വാട്ട് ഹാപ്പനിങ് ടു കേരള മൂവീസ്, അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ വർഷം കേരളത്തിൽ ഇറങ്ങിയ ഒരുപാട് മൂവീസും ബെറ്റർ ദാൻ ഹിന്ദി, ബെറ്റർ ദാൻ തെലുങ്കു, കുറേ മൂവീസിനേക്കാൾ ബെറ്ററാണ്. ബട്ട് അവരൊന്നും 100 കോടി ക്ലബ്ബ് കയറാൻ വരെ സ്ട്രഗിൾ ചെയ്യാണ്. അതാണ് ഒന്നാമത്തെ കേസ്. ആൻഡ് രണ്ടാമത്തെ കേസ്, നമ്മുടെ തെലുങ്ക്, ഹിന്ദി പടങ്ങളൊക്കെ 1000 കോടി അടിക്കുമ്പോൾ അതിനേക്കാൾ 10 ഇരട്ടി ക്വാളിറ്റിയുള്ള പടം വരെ 100 കോടി 200 കോടിയൊക്കെ എത്താൻ സ്ട്രഗിൾ ചെയ്യാണ്. എന്താണ് മലയാള സിനിമയുടെ തകർച്ച? എല്ലാവരും വിശ്വസിക്കുന്നത് ആ 3.5 കോടി ജനങ്ങളുടെ ഇതാണെന്ന്. ബട്ട് സ്റ്റിൽ ഗൈസ്, ഒരു 3.5 കോടി ജനങ്ങൾ ഒരുമിച്ച് തിയേറ്ററിൽ പോയി കണ്ടാൽ കിട്ടാൻ പോകുന്നത് 575 കോടിയോ അല്ലെ അതിന്റെ മേലെയോ അല്ലെ ഒരു 500+ കോടി കളക്ഷനാണ് 3.5 കോടി ജനങ്ങൾ സിനിമ കണ്ടാലും മൊത്തം കണ്ടാൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. ഒരു സിനിമ ലോകത്തല്ല കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും കണ്ട. ബട്ട് അതാണോ നമ്മുടെ ഇതിന്റെ കാരണം? ഓബ്വിയസ്ലി നോ. കാരണം എന്താ വെച്ചാല് പുഷ്പ 2ഉം 1ഉം നമുക്ക് ഉദാഹരണത്തിന് എക്സാമ്പിളിന് ആ 2 സിനിമ എടുക്കാം. അതായത് മീൻസ് എക്സാമ്പിൾ പുഷ്പ 1ഉം 2ഉം ഒരു 1000 കോടി അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ആ പുഷ്പ ഏത് രാജ്യത്ത് ഹിന്ദി അവരുടെ ഓഡിയൻസ് മാത്രം കണ്ടതുകൊണ്ടാണോ പുഷ്പക്ക് 1000 കോടി? ഒബ്വിയസ്ലി അവർ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്, അതുകൊണ്ട് അവർ കണ്ടു തന്നെ 1000 കോടി എത്തിക്കും. ബട്ട് അവർ കണ്ടുകൊണ്ട് മാത്രമാണോ 1000 കോടി എത്തിയത്? നോ. നമ്മൾ കേരളത്തിലുള്ളവർ, നമ്മൾ മലയാളികൾ കൂടെ കണ്ടിട്ടാണ് ആ പടം 1000 കോടി എത്തിയത്, അല്ലെ 800 കോടി. നമ്മളും കണ്ടിട്ടുണ്ട് ആ പടം, നമ്മൾ കാരണം കൂടിയാണ്. അതായത് ഈ 3.5 കോടി ജനങ്ങളിൽ കുറച്ച് ജനങ്ങൾ കണ്ടിട്ട് ഒരു 100 കോടി 50 കോടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പോ പോപ്പുലേഷൻ കുറവാണെങ്കിലും നമുക്കും കിട്ടും. അതായത് നമുക്കിപ്പോ തെലുങ്ക് ഓഡിയൻസ് ഈ പടം അങ്ങനെ കിട്ടും. ബട്ട് പിന്നെ എന്താണ് പ്രോബ്ലം? ഇനിയിപ്പം മറ്റു സ്ഥലത്തുള്ള ഓഡിയൻസിന് നമ്മുടെ പടം കാണാൻ താല്പര്യമില്ലേ? അതാണോ കാരണം? നോ. കാരണം പല ഹിന്ദി നടന്മാര്, തെലുങ്ക് നടന്മാര് പല ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഐ ലൈക്ക് മലയാളം മൂവീസ് എന്നുള്ള കാര്യം. പിന്നെ എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്നാ ഞാൻ പറയട്ടെ. ഇവരുടെ മെയിൻ പ്രോബ്ലം, ഇവരുടെ അല്ല, ഈ ഒരു 500 കോടി ക്ലബ്ബ് പോലും കയറാൻ പറ്റാത്തതിന്റെ മെയിൻ പ്രോബ്ലം എന്താ വെച്ചാല് നമ്മുടെ ഡബ് ക്വാളിറ്റിയാണ്. അതായത് ഇപ്പൊ ഹിന്ദി പടമാണെന്നുണ്ടേ, നിങ്ങൾ വിചാരിക്കും ഹിന്ദി പടം മലയാളം ഡബ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുണ്ട്. ഇവിടെ നമുക്ക് മലയാളം ഡബ് ക്യാൻസൽ ആയി ഒരു ദിവസം, അപ്പൊ നമ്മൾ ഹിന്ദി കാണുമോ? ഒരു സാധാരണ ആളാണെ കാണില്ല, ബട്ട് ഹിന്ദി അറിയുന്ന ഒരാളാണെ കാണും, അല്ലേ? ബട്ട് കമ്മിങ് ബാക്ക് ടു മലയാളം, ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജ് മലയാളമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ തെറ്റാണെന്നൊന്നും അറിയില്ല, ആണെങ്കിൽ നിങ്ങൾ കമന്റ് പറയണം. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജ്, ഒരാൾക്ക് പഠിക്കുന്നതിൽ വെച്ച് ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജ് മലയാളമാണ്. അപ്പോൾ ആ ഒരു കാരണത്താൽ നമ്മളിപ്പോ നമ്മളെപ്പോലെയല്ല, അതായത് ഒറ്റ മിനിറ്റ്, അതായത് നമ്മളെപ്പോലെ അല്ല നമ്മളുടെ കൊല്ലി കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളെപ്പോലെയല്ല സോറി ഫോർ വേസ്റ്റിംഗ് ടൈം. മറ്റുള്ള നമ്മൾ മറ്റുള്ളവരുടെ സിനിമ കാണാൻ പോകുന്നത് പോലെയല്ല അവര് നമ്മുടെ സിനിമ കാണാൻ വരുമ്പോ. കറക്റ്റ് ആയി തോന്നുന്നുണ്ട്, ഇല്ല നിങ്ങൾ കമന്റ് പറയണേ. അതായത് ഇപ്പോ ഒരു ഹിന്ദി നടൻ, ഒരു മലയാളി ഒരു ഹിന്ദി പടം കാണാൻ പോവുകയാണ് ഗൈസ്. അപ്പോ ആ ഒരു ഹിന്ദി പടം കാണാൻ പോകുന്ന സമയത്ത് ആ സിനിമയ്ക്ക് എന്താ പറയാ, ആ സിനിമേന്റെ മലയാളം ഷോ ക്യാൻസൽ ആയ നമ്മൾ ഹിന്ദി ഷോ കാണത്തില്ലേ? ഹിന്ദി അറിയാവുന്ന ഒരാൾ കാണും, പക്ഷെ എങ്കിലും മലയാളം എന്ന് പറയുന്ന മോസ്റ്റ് ടഫസ്റ്റ് ലാംഗ്വേജ് ഇൻ ദ എൻറ്റയർ വേൾഡ് ആണ്, എല്ലാം നിങ്ങൾ കമന്റ് പറയണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരാൾക്ക് മലയാളം അധികം അറിയില്ലായിരിക്കും. അപ്പോൾ ഹിന്ദി ഓഡിയന് മലയാള സിനിമ കാണണമെങ്കിൽ ഇനിയിപ്പോ ഹിന്ദി ഷോ ക്യാൻസൽ ആയാലും ഇല്ലെങ്കിലും ഹിന്ദിക്ക്, അതായത് ഇപ്പൊ ഡബിങ്ങിന്റെ ക്വാളിറ്റിയും ഡബും കുറവാണ്. അതാണ് ഇന്ത്യൻ സിനിമയുടെ ഒരു മെയിൻ പ്രശ്നം.
ഇതും ഒരു പ്രശ്നമാണ്. പിന്നെ മമ്മൂട്ടി മോഹൻലാലാണ് കേരളത്തിലെ തന്നെ മലയാളികളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നടന്മാര്. ബട്ട് ഇവർ രണ്ടുപേരാണെന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അതായത് ഇപ്പൊ ഹിന്ദി അങ്ങനത്തെ, അതായത് അല്ലു അർജുൻ മാത്രമല്ലല്ലോ, മറ്റൊരുപാട്, അതായത് വിജയ്ക്ക് തന്നെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, സൂര്യ, അങ്ങനെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ബട്ട് ഈ മോഹൻലാലിനുള്ളത് മമ്മൂട്ടിയും മമ്മൂട്ടിക്കുള്ളത് മോഹൻലാലും ആയിരുന്നു. അതാണ് പ്രശ്നം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നസ്ലിനുള്ളത് ദുൽഖറിനുള്ളത് നസ്ലിന്, പ്രണവ് മോഹൻലാലൊക്കെ വല്ലപ്പോഴും ഒരു സിനിമ ചെയ്ത് പോലെയാണ്. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രീന്റെ ഇൻഡസ്ട്രിയുടെ രണ്ട് പ്രോബ്ലം. ഒന്ന് ഡബിങ് ഇഷ്യൂ, നമ്മുടെ ലാംഗ്വേജും. പിന്നെ രണ്ട് എന്ന് പറയുന്നത് ഈ ഒരു കോമ്പറ്റീഷൻ കുറവ് തന്നെയാണ്. അതായത് നമ്മുടെ പുറത്തുള്ള, നമുക്ക് ഈ കോമ്പറ്റീഷൻ കൂടിയാലും ഇല്ലെങ്കിലും, അതായത് നസ്ലിൻ, ദുൽഖർ, അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കും. ബട്ട് അവരെയൊക്കെ പുറത്ത് കുറച്ച് പേർക്ക് അറിയുണ്ടാവില്ല. അതായത് ബബ്ബ എന്ന് പറയുന്ന സിനിമേന്റെ ട്രെയിലർ, ആൻഡ് ആ ട്രെയിലറിന്റെ എൻഡിങ്ങിന്റെ അകത്ത് മോഹൻലാൽ ഉണ്ട് എന്ന് കാണിക്കുന്നു. അടിച്ചാടിയ ലെഗോസ് എന്ന് പറഞ്ഞ എൻഡിങ്ങിൽ. അപ്പൊ നമ്മളെല്ലാവരും ഷോക്കിൽ, എന്റെ അമ്മേ മോഹൻലാലാ, പടം പൊളിക്കും, ലെറ്റ്സ് ഗോ, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കത്തില്ലേ? ബട്ട് ഒരു ഇംഗ്ലീഷ് നടനാണെങ്കിൽ ഓക്കെ, ഓ ദാറ്റ്സ് ഗ്രേറ്റ്, അങ്ങനെ ഉണ്ടാവുള്ളൂ. ബട്ട് ഇപ്പൊ നമ്മളൊരു ഇംഗ്ലീഷ് നടന്റെ സിനിമ ഡൂംസ്ഡേ കാണുകയാണ്. ഇപ്പൊ ടോണി സ്റ്റാർക്ക് ആയിരിക്കും ഡോക്ടർ ഡൂം ആവാന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പൊ ഡൂംസ്ഡേയുടെ ട്രെയിലറിൽ ഡോക്ടർ ഡൂം ടോണി സ്റ്റാർക്കാന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ റിയാക്ട് ചെയ്യുക. ബട്ട് അവര് നമ്മളെ ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യുക. ഇതിന് കാരണം എന്താ? അവർക്ക് മോഹൻലാലിനെ അറിയില്ല. അത് തന്നെയാണ് അടുത്തൊരു പ്രശ്നം. അതായത് ആൾക്കാർക്ക് നമ്മുടെ സിനിമ കാണാനുള്ള, അതായത് ഇപ്പോൾ ഒരു സിനിമ കൊള്ളുമെങ്കിലും കൊള്ളൂലെങ്കിലും ആ സിനിമയിൽ ഒരു ഫേമസ് ആക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു ഇഷ്ടമാണ് ആ സിനിമ പോയി കാണാൻ. അതായത് ഇപ്പോൾ റോബർട്ട് ഡൗണി ജൂനിയർ ഉള്ള സിനിമ, ടോണി സ്റ്റാർക്ക് ഉള്ള റോബർട്ട് ഡൗണി ജൂനിയർ അഭിനയിക്കുന്ന ഒരു സിനിമ കാണാൻ നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ബട്ട് അതുപോലത്തെ ഒരു ഇഷ്ടം ഒരിക്കലും പുറത്തുള്ള ഒരാൾക്ക് നമ്മുടെ മൂവീസിനോട് ഉണ്ടാവില്ല. അതായത് ഒരു ഫാൻ ഉള്ളത് കൊണ്ട് മാത്രം കാണാൻ വരില്ല, മറിച്ച് അവർ കാണാൻ വരുന്നത് ആ സിനിമ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നത് മാത്രമായിരിക്കും. കാരണം അവർക്കറിയുന്ന ഒരു നടൻ പോലും മലയാളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ മൈൻഡിൽ ആളത്ര പോപ്പുലർ അല്ല. അതായത് ഇപ്പൊ മമ്മൂട്ടി തന്നെ ഇതുവരെ ഒരു 100 കോടി പടം പോലും നേടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആൻഡ് ഈ 3 കാരണങ്ങളുണ്ട് ഇതില്. നമ്മുടെ ഫാൻസ് ഉള്ള, അതായത് അവർക്ക് ഇഷ്ടമുള്ള നടനുള്ളതുകൊണ്ട് കാണാൻ വരൂല, അതവിടെ പോയി. പിന്നെ ഈ 2 സാധനം വേണം. ഇതില് രണ്ടും നമ്മുടെ കയ്യിൽ കുറവാന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പൊ പോപ്പുലേഷൻ നമുക്ക് കുറവാണ്, ഓക്കെ, ബട്ട് പിന്നെ നമുക്ക് ഡബും നമുക്ക് ക്വാളിറ്റി കുറവാണ്. ലോക തന്നെ ഡബ്. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഈ പ്രോബ്ലം എന്ന് പറയാം. എന്തായാലും നിങ്ങൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, പീസ് ഔട്ട്. മൈക്ക് നല്ലോണം വർക്കാവുന്നുണ്ടോ നിങ്ങൾ പറയണേ. അല്ല വേണ്ട, ഞാൻ എഡിറ്റിംഗിൽ നോക്കാൻ തോന്നുന്നു. എന്നാലും നിങ്ങൾ കമന്റ് ചെയ്യും.